വിധത്തിലുള്ള ഒരു യാത്ര. അമ്മയ്ക്ക് നമുക്ക് യാത്രാ മംഗളങ്ങൾ നേരാൻ തൻ്റെ പിതാവിൻ്റെ പക്കലേക്കാണ് അമ്മ പോകുന്നത്. നിത്യ സമ്മാനത്തിന് അമ്മ വലിയ സന്തോഷവതിയായിട്ട് സ്വന്തം നാട്ടിലേക്കും ഭവനത്തിലേക്കും ഒക്കെ അനുഭവപ്പെടും. ഈ അമ്മയെ ഇനി കാണാൻ കഴിയില്ലല്ലോ, അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ലല്ലോ, അമ്മ പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴുള്ള ഒരു ദുഃഖം. ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഉദയ പ്രോവിൻസിന്റെ വലിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സിസ്റ്റർ വിമലയ്ക്കും മുൻ പ്രൊവിൻഷ്യന്മാരായിട്ടുള്ള സിസ്റ്റർ ജാനറ്റ് അമ്മയ്ക്കും സിസ്റ്റർ ജോസ്ഫിറ്റ് അമ്മയ്ക്കും സിസ്റ്റർ റോസ് മേരി അമ്മയ്ക്കും മറ്റ് പ്രൊവിൻസുകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രൊവിൻഷ്യൽസ് ഉണ്ടെങ്കിൽ അവർക്കും ഉദയ പ്രൊവിൻസിൻ്റെ കൗൺസിലേഴ്സിന് പ്രൊവിൻസിലെ ഓരോ സിസ്റ്റേഴ്സ് അംഗങ്ങൾക്കും പടിഞ്ഞാക്കര തറവാട്ടിലെ പ്രിയപ്പെട്ട സ്വന്തം തന്നെ ആയിട്ടുള്ള സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിൻ്റെ പേരിലും ഇരിഞ്ഞാലക്കുട രൂപതയുടെ മെത്രാൻമാർ പുള്ളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പിതാവിൻ്റെ പേരിലും എല്ലാ അച്ഛന്മാരുടെയും സഹോദരന്മാരുടെയും പേരിൽ ഞാൻ പ്രാർത്ഥനാപൂർവമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും കുറേ സമയം ഓർക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമായി പോകും. ഓർത്തില്ലെങ്കിലും ഓർമ്മിക്കത്തക്ക വിധം അമ്മയുടെ രൂപം നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിൽ കടന്നു വരും. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. യയാതി എന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള നോവൽ ഖണ്ടേക്കറാണ് എഴുതിയത്. അതിൽ ഖണ്ടേക്കർ ഇലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ ജീവിതത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നീ എന്താണ് ചെയ്യുന്നത്? ഇല ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട്: എനിക്ക് ജന്മം തന്ന ഈ വൃക്ഷത്തിന് സൗന്ദര്യമേകുക, ഈ മരത്തിന്റെ ചുവട്ടിൽ തണൽ ദാഹിച്ചു വരുന്നവർക്ക് സമൃദ്ധമായ തണൽ നൽകുക, ഇതാണ് എൻ്റെ ജോലി. നമ്മുടെ പ്രൈസമ്മ തൻ്റെ ജീവിതം വഴിയായിട്ട് ചെയ്തത് ഒരു പുണ്യ ജീവിതത്തിന് ജന്മം നൽകാൻ അവസരമൊരുക്കിയ കോൺഗ്രിഗേഷൻ ഓഫ് മദർ കാർമൽ എന്ന സന്യാസിനി ഈ സമൂഹത്തിന് സൗന്ദര്യം പകരുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ കോൺഗ്രിഗേഷന്റെ സൗന്ദര്യം പ്രൈസമ്മയെ പോലെയുള്ള വിശുദ്ധരായ പുണ്യവതികൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതോടൊപ്പം കോൺഗ്രിഗേഷന്റെ തണൽ തേടി വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തണൽ നൽകി സാന്ത്വനമേകി ആശ്വാസം പകർന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുത്ത ആ അമ്മ. ഞാൻ കടന്നുപോകുന്ന വഴികളിൽ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ എൻ്റെ അടുത്തെത്തിയ കുറേ പേരെയൊക്കെ എനിക്ക് ചിരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് സഹവസിച്ച നാളുകളിൽ നമ്മൾ ചിരിച്ച്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രൊവിൻഷ്യലായി ഒപ്പം നീണ്ടകാലം ആഫ്രിക്കയിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിതത്തെ 19 വർഷക്കാലം മുൻപോട്ട് കൊണ്ടുപോയ അമ്മ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് തന്നെ തൻ്റെ ആരോഗ്യം തന്നെ അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇനി സഹിക്കേണ്ട കാലങ്ങളാണ്, നാളുകളാണ്. അതെ, നമ്മുടെ കർത്താവ് കുരിശിൽ സഹിച്ച ആ പാടുപീഠങ്ങളെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കാവുന്ന സഹനമാണ് അമ്മ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു പോകുന്നത്, സഹിച്ചു പോകുന്നത്. അമ്മയെ അറിയാവുന്ന എല്ലാവർക്കും അതറിയാൻ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നു. ഞാനിവിടെ ചാപ്ലിൻ ആയിരുന്ന അവസരത്തിൽ അമ്മയെ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ അമ്മ വളരെ രാജകീയമായിട്ടുള്ള പെരുമാറ്റം, വലിയ സംതൃപ്തിജനകമായിട്ടുള്ള മുഖഭാവം, ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം, ഇവയെല്ലാം ചേർന്ന നമുക്കാർക്കും അസൂയാവഹമായിട്ടുള്ള മാന്ത്രികമായ